ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രീമിയുമായിട്ടുള്ളൊരു എഗ് ബട്ടർ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ചെറിയ കഷ്ണം ബട്ടർ മെൽറ്റ് ആവാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതധികം കരിഞ്ഞു പോവാതെ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്തതൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാള ഇനി ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. കളർ മാറുന്നത് വരെയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളേൻ്റെ കളർ ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറ് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 7 മുതൽ 10 വരെ കാഷ്യൂനട്ട് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളൊരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത തൈര് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ മുട്ടയിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നത് വരെ നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം എണ്ണ കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ അടച്ച് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള സവാളയുടെ കൂട്ട് ചേർത്ത് ഒന്ന് പ്യൂരിയാക്കി അടിച്ചെടുക്കാം. ഇതിലേക്ക് അധികം വെള്ളം ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഒന്ന് മെൽറ്റ് ആവാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്.
ഇപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ നല്ല രീതിക്ക് ഫ്രൈ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, മസാലയൊക്കെ നല്ല രീതിക്ക് പിടിച്ച് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് അതേ ഫ്രൈ പാനിലേക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല എന്നിവ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ മസാലയൊന്നും അധികം കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാളേൻ്റെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളേൻ്റെ പ്യൂരി ഒന്ന് കുറുകുന്നത് വരെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഇവിടെ നമ്മുടെ പ്യൂരി നന്നായി കുറുകി വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ മുട്ട പുഴുങ്ങിയത് ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഒരു 5 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അതാ ഇവിടെ നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തിയോ അതല്ലെങ്കിൽ കുറച്ച് മല്ലിയിലയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു എഗ് ബട്ടർ മസാല തേങ്ങാച്ചോറിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോംബോ ആയിട്ട് പോകുന്നൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടവും അതേപോലെ തന്നെ ക്രീമി ആയിട്ടുള്ള എഗ് ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.